ഇടപ്പള്ളിച്ചിറ ഇരുവാക്കൽ മാങ്കുഴി റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. ടൈൽ വിരിച്ച് സൈഡുകൾ കോൺക്രീറ്റ് ഐറിഷ് ചെയ്ത റോഡിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഡെപ്യൂട്ടി ചെയർമാൻ കെ.പി. സലീം അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ടൈൽ വിരിച്ച് സൈഡുകൾ കോൺക്രീറ്റ് ചെയ്ത് സേഫ്റ്റി തൂണുകൾ സ്ഥാപിച്ച് ടാറിംഗ് പൂർത്തിയാക്കിയാണ് പിറവം നഗരസഭയിലെ ഇടപ്പള്ളിച്ചിറ ഇരുവാക്കൽ മാങ്കുഴി റോഡ് നവീകരിച്ചത്. നഗരസഭ അനുവദിച്ച 9.5 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. നമ്മുടെ നഗരസഭയിലെ ചില പ്രദേശങ്ങൾ ചില കാര്യങ്ങൾ കൊണ്ട് ഹൈലൈറ്റ് ആവും. ഇപ്പൊ ഞങ്ങളുടെ കളമ്പൂരാണെങ്കിൽ അവിടെ ആറ്റുതീരം പാർക്കുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തില് ചിലരൊക്കെ നമ്മൾ ആറ്റുതീരം പാർക്കിന്റെ മനോഹരമായ ബ്യൂട്ടിയൊക്കെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ഈ എടപ്പള്ളിച്ചിറക്കുളം മാറും. കാരണം ഒരു ജലാശയത്തിനോട് ചുറ്റും അങ്ങനെയൊക്കെ ക്രമീകരിച്ച് നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക്, നമ്മുടെ നഗരസഭയാണെങ്കിൽ പോലും നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങളും മറ്റും ഏറുന്ന സമയത്ത് സ്ത്രീകൾക്ക് നമുക്ക് സമയത്ത് വന്നിട്ട് ചെറിയ എക്സസൈസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത് അജേഷ് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും വലിയൊരു ജലാശയം ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിന് അജേഷിന് പ്രത്യേക ഒരു മിടുക്കുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഫണ്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് അതിന്റെ പിന്നിൽ നിന്നാൽ മാത്രമേ നമുക്കത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ. ഡെപ്യൂട്ടി ചെയർമാൻ കെ.പി. സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ സ്വാഗതം അർപ്പിച്ചു. മാലിന്യത്തിന് നിർമ്മാർജ്ജനത്തിനും അതിന്റെ ശാസ്ത്രീയ സംസ്കരണത്തിനും വേണ്ടി യന്ത്ര സംവിധാനത്തോടുകൂടിയുള്ള ചെയ്യണമെങ്കിൽ സ്ഥലം വേണം. നമുക്ക് ആകെ 20 സെന്റ് സ്ഥലമാണ്. അതിൽ 10 സെന്റ് ശ്മശാനത്തിലേക്ക് പോയി. 10 സെന്റാണ് ഈ മാലിന്യം മാറ്റി അത് സംസ്കരിക്കാൻ വേണ്ടി അവശേഷിക്കുന്നത്. അത് തന്നെ ഒരു വലിയ വിഷയമാണ്. ഞങ്ങൾ വന്നതിന് ശേഷം ഒരു 80-85 സെന്റ് സ്ഥലവും കൂടെ മേടിച്ചു. 1 ഏക്കറിന് മുകളിൽ സ്ഥലം ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അവിടെയുണ്ട്. ലോക ബാങ്കിന്റെ സഹായത്തോടുകൂടി അത്യാധുനികമായ മാലിന്യ പ്ലാന്റ് നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല, അവിടെ പൂന്തോട്ടമായി മാറും. മാലിന്യം കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാനും പറയേണ്ടതായിരിക്കില്ല. അങ്ങനെയായി മാറാനുള്ള പദ്ധതിയുടെ തുടക്കവും കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് മനോഹരമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള സൈഡൊക്കെ കെട്ടി നമ്മളൊരു നാഷണൽ ഹൈവേയുടെ ഒക്കെ സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുന്ന രീതിയിലുള്ള സൈഡൊക്കെ ഐറിഷ് ചെയ്ത് നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് പുതിയ റോഡൊന്നുമല്ല, പഴയ റോഡാണ്. നമുക്ക് മുമ്പ് നിന്ന മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ സാഹചര്യത്തിൽ തന്നെയാണ് ഈ റോഡുകളൊക്കെ ഇങ്ങനെ ആയി തീർന്നിട്ടുള്ളത്. നമ്മൾ ആരെയും കുറച്ച് കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഇതിവിടെ വരുമ്പോൾ എനിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് തന്ന ഒരു പ്രദേശങ്ങൾ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത്. സ്വാഭാവികമായും അങ്ങനെ ഒരു രാഷ്ട്രീയമായി വേർതിരിവ് ഒരു സ്ഥലത്തേക്ക് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ഈ വാർഡിലെ 99% റോഡുകളും നമ്മൾ നവീകരിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് ചെയർമാൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൌൺസിലർ ഗിരീഷ് കുമാർ, ജേക്കബ് പോൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.